നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ഇന്ന് ജൂലൈ 30 ബുധൻ 2025. വാർത്തകളിലേക്ക്. ഗാസയിൽ അതിഗുരുതരമായ പട്ടിണി സാഹചര്യമാണ് ഉള്ളതെന്ന് UN ഭക്ഷ്യസുരക്ഷാ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ക്ഷാമത്തിന്റെ ഏറ്റവും മോശമായ സാഹചര്യമാണ് ഗാസയിലുള്ളതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഭക്ഷ്യസുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. പട്ടിണി വ്യാപിക്കുകയും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് UN ഏജൻസിയുടെ മുന്നറിയിപ്പ്. വ്യാപകമായ പട്ടിണി, പോഷകാഹാരക്കുറവ്, രോഗങ്ങൾ എന്നിവ പട്ടിണി മരണങ്ങളുടെ വർധവിന് കാരണമാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ നടത്തിയ സൈനികാക്രമണങ്ങളിൽ ഇതുവരെ 60,000-ഓളം പാലസ്തീൻകാർക്ക് ജീവഹാനി ഉണ്ടായതായി ഗാസ. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പൊതുജനങ്ങളാണെന്നും ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1 ലക്ഷത്തോളം പേർക്കാണ് പരിക്കേറ്റുള്ളത്. തകർന്ന കെട്ടിടങ്ങൾക്കും പ്രദേശങ്ങൾക്കുമിടയിൽ കുടുങ്ങി ആയിരക്കണക്കിന് ആളുകളെ കാണാതായതായും മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. എറണാകുളം, ഇടുക്കി, കോട്ടയം, പാലക്കാട് ജില്ലാ കളക്ടർമാരെ അടക്കം 25 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന NS ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായി നിയമിച്ചു. KFCയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിനാണ്. പാലക്കാട് കളക്ടറായിരുന്ന GA പ്രിയങ്കയാണ് പുതിയ എറണാകുളം ജില്ലാ കളക്ടർ. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്ന MS മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറാക്കി. ഇടുക്കി കളക്ടറായിരുന്ന V വിഘ്നേശ്വരിയെ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി. പകരം പഞ്ചായത്ത് ഡയറക്ടറായിരുന്ന ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ നിയമിച്ച്. കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന ജോൺ V സാമുവലിനെ ജില്ലാ ഗതാഗത വകുപ്പ് ഡയറക്ടറാക്കി. ന്യൂഡൽഹിയിൽ അഡീഷണൽ റെസിഡൻസ് കമ്മീഷണറായിരുന്ന ചേതൻ കുമാർ മീണയാണ് കോട്ടയത്തെ പുതിയ കളക്ടർ. തൊഴിൽ വകുപ്പ് സെക്രട്ടറിയായിരുന്ന K വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാക്കി. ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറായ പുരന്ത് കുമാറിനെ തദ്ദേശഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായിരുന്ന S ഷാനവാസാണ് പുതിയ തൊഴിൽ സെക്രട്ടറി. മനുഷ്യക്കടത്തും നിർബന്ധ മതപരിവർത്തനവും ആരോപിച്ച് ചാണ്ടിഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. 2 കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും. സെഷൻ കോർട്ടിലേക്കാണ് ഇനി ജാമ്യാപേക്ഷ സംബന്ധിച്ച് നടപടികൾ എത്തുന്നത്. ചാണ്ടിഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തെ അപലപിച്ച് എപ്പിസ്കോപ്പൽ സുന്നഹദോസ് എല്ലാ വൈവിധ്യങ്ങളുടെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയാണ് ഭാരതത്തെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്നതെന്നും അസഹിഷ്ണുത ഭാരതത്തിന്റെ ശോഭ കെടുത്തുമെന്നും മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ചാണ്ടിഗഡ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം യാദൃശ്ചികമൊന്നല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജ്യത്ത് അപകടകരമായ സ്ഥിതിയാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നെറുകെട്ട രീതിയിൽ കന്യാസ്ത്രീകൾക്കെതിരെ കള്ളപ്രചരണം കേന്ദ്ര സർക്കാർ നടത്തുന്നു. സഭയുടെ വിശ്വാസം സഭയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ BJP പ്രതിനിധികളെ അയച്ചത് കണ്ണിൽ പൊടിയിടാനാണെന്നും വിമർശിച്ചു. ചാണ്ടിഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബജരംഗദൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ക്രൈസ്തവ ഭവനങ്ങളിലും അരമനകളിലും കേക്ക് സൗഹൃദ ചിരിയുമായി കയറിയിറങ്ങുന്ന കൂട്ടർ തന്നെയാണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തവും ആരോപിച്ച് കന്യാസ്ത്രീകൾ പോലും വേട്ടയാടുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. രാജ്യത്തിന്റെ ബഹുസ്വരതയും സഹവർത്തിന്റെയും സംഘപരിവാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടരെ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ചാണ്ടിഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീയെ കാണാനെത്തിയ ഇടതുപക്ഷ MPമാരെ പോലീസ് തടഞ്ഞു. ബൃന്ദ കാര്യാട്, ജോസ് കെ മാണി, AA റഹീം, PP സുനീർ, K രാധാകൃഷ്ണൻ, ആനിരാജ എന്നിവരും ചാണ്ടിഗഡിലെ പ്രാദേശിക നേതാക്കളും അടങ്ങിയ സംഘത്തെയാണ് ജയിലിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞത്. നേരത്തെ ആവശ്യപ്പെട്ടും അനുമതി നൽകിയില്ലെന്നും വിവേചനം കാണിച്ചെന്നും ബൃന്ദ കാര്യാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പള്ളികളിലും വീടുകളും എത്തി പലരും നടത്തുന്നത് ത്രിതരാഷ്ട്രാലിംഗനമെന്ന് പാലക്കാട് ബിഷപ്പ് ഫാദർ പീറ്റർ കൊച്ചുപുരക്കൽ. ക്രിസ്ത്യൻ പള്ളികളിലും വീടുകളിലും കയറിയുന്ന ചില രാഷ്ട്രീയക്കാരുണ്ടെന്നും അവരെ തിരിച്ചറിയുന്ന സമയമാണെന്നും ചാണ്ടിഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ബിഷപ്പ് പറഞ്ഞു. കേരള സർവകലാശാല വീണ്ടും രജിസ്ട്രാർ അനിൽകുമാർ ഫയൽ നൽകരുതെന്ന് വീണ്ടും നിർദ്ദേശിച്ച VC മോഹൻ കുന്നുമേൽ. ഫയൽ കൈമാറിയാൽ ചട്ടലംഘനമായി കണക്കാക്കുമെന്ന് VC മോഹൻ കുന്നുമേൽ ഉത്തരവിറക്കി. കാറ്റിലും മഴയിലും വൈദ്യുതി കമ്പി പൊട്ടിവീഴുമ്പോൾ വൈദ്യുതി വിതരണം സ്വയം നിലയ്ക്കുന്ന സാങ്കേതികവിദ്യ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ KSCB മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. 4 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മട്ടന്നൂർ UP സ്കൂൾ അധ്യാപകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫർസീൻ മജീദിന്റെ ശമ്പള വർധനവ് തടഞ്ഞ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കുടുംബശ്രീ ഓൺലൈൻ ഉൽപ്പന്ന വിപണന സംവിധാനമായ പോക്കറ്റ് മാർട്ട് ഒരുങ്ങുന്നു. ഓണാഘോഷത്തിനുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒറ്റ ക്ലിക്കിൽ ഇനി വീട്ടിലെത്തും. ഓൺലൈൻ സ്റ്റോർ ആഗസ്റ്റ് ആദ്യവാരത്തോടെ പ്രവർത്തനം ആരംഭിക്കും. തൃശൂർ കൂട്ടാലയിൽ മകൻ അച്ഛനെ കൊന്ന് ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിച്ച് വീടെടുത്ത പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്.
കൂട്ടാല സ്വദേശി സുന്ദരനാണ് കൊല്ലപ്പെട്ട. ഇയാളുടെ മൂത്ത മകൻ സുമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാടത്തെ വെള്ളക്കെട്ടിൽ നിന്ന് 4.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പാലക്കാട്ടെ കിഴക്കഞ്ചേരി പനംകുറ്റി ജോമോൻ്റെ മകൻ യബൽ ആണ് മരിച്ചത്. വൈകിട്ട് കളിക്കുന്നതിനിടെ കുട്ടി വീടിന് സമയത്തെ വെള്ളക്കുഴിയിൽ അകപ്പെടുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 2 യുവാക്കളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ സേലത്തുനിന്ന് പിടികൂടി. ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ ദമ്പതികൾ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി ശ്വേതയും ഭർത്താവ് കൃഷ്ണദാസുമാണ് പിടിയിലായത്. കൊച്ചിയിലെ പ്രമുഖ IT വ്യവസായിയുടെ പരാതിയിലാണ് സെൻട്രൽ പോലീസ് പ്രതികളെ പിടികൂടിയത്. IT വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്ത ആളാണ് ശ്വേത. നടൻ നിവിൻ പോളിക്കെതിരെ നൽകിയ പരാതിയിൽ നിർമ്മാതാവ് PS രമനാസിനെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവ്. വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. കാനഡയിൽ ചെറുവിമാനം തകർന്ന് ഗൗതം സന്തോഷ് എന്ന മലയാളി യുവാവ് കൊല്ലപ്പെട്ടു. ജൂലൈ മാസത്തിൽ ഇത് 2ാം തവണയാണ് കാനഡയിൽ തന്നെ വിമാനാപകടത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെടുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. ഷാർജയിൽ ദുരൂഹസാധ്യത മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിവജിയുടെയും കുഞ്ഞിൻ്റെയും മരണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നിലവിൽ ശാസ്താംകോട്ട DYSPക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ തീരുമാനിക്കും. ഈ സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും അറിയിപ്പുണ്ട്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി KC വിജയൻ രാജിവെച്ചു. ഇത് ഇന്ത്യയുടെ വിജയോത്സവത്തിൻ്റെ സമ്മേളനമാണെന്ന് പ്രധാനമന്ത്രി മോദി ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭീകരരുടെ ആസ്ഥാനം തകർത്തതിൻ്റെ ആഘോഷമാണെന്നും രാജ്യത്തെ സേനകളുടെ ധീരതയുടെയും വിജയാവകാശമാണെന്നും താൻ പറയുന്നത് ഇന്ത്യയുടെ പക്ഷമെന്നും മോദി പറഞ്ഞു. പഹൽഗാമിലെ വീഴ്ച എങ്ങനെയെന്നതിൽ സർക്കാർ മൗനം പാലിക്കുന്നുവെന്ന് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി MP. കാശ്മീരിൽ സമാധാന അന്തരീക്ഷമാണെന്ന പ്രചരണം നടത്തിയത് സർക്കാരാണ്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒരു രാജ്യത്തെയും ഒരു നേതാവും ഇന്ത്യയോട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധർമ്മസ്ഥയിലെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥലത്ത് ആദ്യമായി പരിശോധിച്ച പോയിന്റ് നമ്പർ 1 നിന്ന് ഇതുവരെയും ഒന്നും കണ്ടെത്താനില്ലെന്ന് പോലീസ്. കനത്ത മഴയായതിനാൽ സ്ഥലത്ത് ഉറവയും വെള്ളക്കെട്ടുമാണ് നിലവിൽ ഉള്ളത്. പൗരത്വാവകാശ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറണമെന്ന് സംഗീത സംവിധായകൻ ഇളയരാജയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. തിരുനെൽവേലിയിലെ ദുരഭിമാനക്കൊലയിൽ ധനസഹായം വേണമെന്ന് കൊല്ലപ്പെട്ട കെവിൻ്റെ കുടുംബം. വീട്ടിലെത്തിയ സർക്കാർ പ്രതികളെ കുടുംബം തിരിച്ചയച്ചു. പണമല്ല തങ്ങൾക്കാവശ്യം നീതി എന്നാണ് കൊല്ലപ്പെട്ട കെവിൻ്റെ കുടുംബത്തിൻ്റെ നിലപാട്. കേസിൽ 1-2 പ്രതികളായവർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ദില്ലിയിൽ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലുണ്ടായതോടെ ജനജീവിതം താറുമാറായി. കോണാട്ട് പ്ലസിൽ 2 മണിക്കൂർ 100.2 മില്ലിമീറ്റർ മഴ പെയ്തെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പൽ തകർന്ന് ചെങ്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരനുൾപ്പെടെ 10 ജീവനക്കാരെ സൗദി സേന രക്ഷപ്പെടുത്തി. ജിദ്ദയ്ക്ക് സമീപം ചെങ്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരനെയും 9 സൗദി പൗരന്മാരെയാണ് സൗദി അതിർത്തി സുരക്ഷാ സേന രക്ഷപ്പെടുത്തിയത്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലും പരിസര പ്രദേശങ്ങളുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 38ആയി. 80,000 പേരെ ഒഴിപ്പിച്ചു. ഞായറാഴ്ച മുതലാണ് മഴ ശക്തമായത്. വടക്കൻ ജില്ലയിൽ 543 മില്ലിമീറ്റർ വരെ മഴ പെയ്തെന്നാണ് റിപ്പോർട്ടുകൾ. 30-ലേറെ ഗ്രാമങ്ങൾ വൈദ്യുതി നിലച്ച് പ്രദേശമാകെ ഇരുട്ടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ നൈസാർ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ആഗോള സഹകരണത്തിൽ നാഴികക്കല്ലാവുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.